കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡോക്ടറെ നിയമിക്കുമെന്ന് കളക്ടർ നേരത്തെ പറഞ്ഞതായിരുന്നു. ഇതിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ഡോക്ടറെ നിയമിക്കാൻ പരിശോധന നടത്തിയിരുന്നു. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ലാഘവ ബുദ്ധിയോടെയാണ് സർക്കാർ കാണുന്നത് എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത്. ഡോക്ടറെ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. 2 മണിക്കൂർ നേരമായിട്ട് രോഗികൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. പുറത്തുനിന്ന് രോഗികളെ ഞങ്ങൾ രോഗികളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഉത്സവ നഗരിയില് ഇതേപോലെ ഒരു സെപ്പറേറ്റ് സംവിധാനമാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു മെഡിക്കൽ ക്യാമ്പ് 2 മണിക്കൂർ നേരമായിട്ട് രോഗികൾ വിടുന്നത് ഞങ്ങളെ വിളിച്ച് സംസാരിക്കാൻ ഡോക്ടർ ഇവിടെ ഇല്ല, ഞങ്ങളെ പരിശോധിക്കാൻ ആളില്ല എന്ന് പറയുന്നു. ഈ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സൗകര്യം 9 മണിക്ക് വന്ന സാറ് 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാൻ പോയതാണ്. ഇപ്പൊ 10:45 വന്നേ. നിങ്ങളൊരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളോട് പറയുന്ന കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായി ചെയ്യാം. ആളുകളുടെ സമയത്ത് ഞങ്ങൾ നിങ്ങളെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത്. ഇത് ഈ മലയോര മേഖലയിലെ ഒരു പ്രധാന ആശുപത്രിയാണ്. കൊട്ടിയൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ ഇവിടെ ചികിത്സ എത്തുന്നുണ്ട്. ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. ഈ സമയത്ത് ഒരു ഡോക്ടറെ മാത്രം നിയമിക്കാൻ വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് തയ്യാറായിരിക്കുന്നത്. കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ജാഥയായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ ജോസഫ്, ജിബിൻ ജേസൺ, വിജിത് നീലാഞ്ചേരി എന്നിവരും നേതാക്കളായ സുനിൽ കുര്യൻ, അമൽ മാത്യു, എബിൻ പുന്നവേലി, റോയ്സ് തില്ലങ്കേരി, റൈസൺ കെ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം.